ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ വരുണും രാധികയും പരമേശ്വരനോടും പത്മിനിയോടും സംസാരിക്കുകയാണ്. പത്മിനിയും പരമേശ്വരനും പറയുന്നുണ്ട് ഞങ്ങളും സദ്യക്ക് കൂടാമെന്നൊക്കെ. വരുണപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ ഗസ്റ്റ് ആണ്, അങ്ങനെ ഇരുന്നാൽ മതിയെന്നൊക്കെ. പത്മിനി രാധികയെ വിളിച്ചുകൊണ്ട് പോയി ചോദിക്കുന്നുണ്ട് മോൾക്ക് സുഖമാണോ എന്നൊക്കെ. രാധിക അപ്പോൾ ചോദിക്കുന്നുണ്ട് അമ്മ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ മനസ്സിലായി. ഇവിടെ ജോലിക്കാരും പാചകക്കാരുമായിട്ടൊക്കെ വന്നത് ഇഷ്ടമാകുന്നുണ്ടോ എന്നൊക്കെയല്ലേ ചോദിച്ചത്. ഇപ്പൊ എനിക്കതൊന്നും പ്രശ്നമല്ല, ഇതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ ഇതൊക്കെ എൻജോയ് ചെയ്താണ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നു. വരുൺ പരമേശ്വരനോട് പറയുന്നുണ്ട് വലിയ പരിചയമൊന്നുമില്ലാത്ത അച്ഛനെ ഈ ഫംഗ്ഷനിലേക്ക് വിളിച്ചു, അത് മാത്രമല്ല ചെറിയ അച്ഛനും ഇവിടേക്ക് വന്നു, ഞങ്ങളും ഇവിടെ എത്തി, ഇതിലെന്തെങ്കിലും കാര്യമുണ്ടായിരിക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. പരമേശ്വരൻ അപ്പോൾ പറയുന്നുണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോന്നൊന്നും അറിയില്ല എന്നൊക്കെ. തുടർന്ന് കാണിക്കുന്നത് രാധികയുടെ അടുത്തേക്ക് സാറ ചെല്ലുകയാണ് വെള്ളം എടുക്കാൻ വേണ്ടി. പെട്ടെന്ന് സാറെ രാധിക തട്ടുന്നുണ്ട്. രാധികയുടെ കയ്യിലിരുന്ന വെള്ളം സാറയുടെ സാരിയിൽ വീഴുന്നു. സാറ അപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട്. എന്റെ എത്രമാത്രം വിലപ്പെട്ട സാരിയാണെന്ന് അറിയുമോ, അതിന്റെ മണ്ടയിലേക്കാണ് നീ വെള്ളം ഒഴിച്ചത്, നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് കൈ പൊക്കുകയാണ് അടിക്കാൻ വേണ്ടി. വരുൺ അപ്പോൾ സാറയോട് ദേഷ്യപ്പെടുന്നുണ്ട്. ചുമ്മാതെ പ്രശ്നമുണ്ടാക്കാൻ നോക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. സാറ അപ്പോൾ പറയുന്നുണ്ട് ഇതുപോലെയുള്ള വേലക്കാരെയൊക്കെ നിർത്തിയാൽ ഇങ്ങനെയായിരിക്കും, ഇതുവരെയൊക്കെ എന്തിനാണ് അകത്ത് കയറ്റിയത് വിളമ്പാൻ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇതുങ്ങളെയൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ എന്നൊക്കെ അറിയില്ല, എന്തെങ്കിലും എടുത്തിട്ട് പോയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുകയാണ്. സാറ് പറയുന്നുണ്ട് ഇതുങ്ങൾക്കൊന്നും ഒരു സംസ്കാരവും ഇല്ലെന്ന്. അതുകൂടെ കേൾക്കുമ്പോൾ വരുണിന് ദേഷ്യം വരുന്നുണ്ട്. വരുൺ ദേഷ്യപ്പെട്ട് മുമ്പോട്ട് ചെല്ലാൻ തുടങ്ങുമ്പോൾ രാധിക തടയുകയാണ്. രാധിക പറയുന്നുണ്ട് ഇതൊന്നും കേട്ടതായിട്ട് ഭാവിക്കേണ്ട, അവര് ഗസ്റ്റ് ആണ്, നമ്മൾ ഇവിടെ ജോലിക്കായിട്ട് വന്നവരാണ്, അതുകൊണ്ട് അങ്ങനെ നിന്നാൽ മതി എന്നൊക്കെ പറയുന്നു. തൽക്കാലം പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്നൊക്കെ പറയാണ്. വീണ്ടും വരുണയും രാധികയും ഓരോന്ന് പറയാണ്. അങ്ങനെ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ പരമേശ്വരന് ദേഷ്യം വരുന്നുണ്ട്. പരമേശ്വരൻ പറയുന്നുണ്ട് ഇവർ എൻ്റെ മക്കളാണ്, കണിമംഗലത്തെ പരമേശ്വരന്റെ മക്കളാണെന്ന് പറയുന്നു. നല്ല സമ്പന്നതയിൽ തന്നെ കഴിഞ്ഞതാണ്, ഇപ്പോൾ ചിലരുടെയൊക്കെ പ്രവൃത്തി കാരണമാണ് ഈ അവസ്ഥയിലായത്, അതൊക്കെ ആരാണെന്നൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ലെന്നൊക്കെ പറയുന്നു. എൻ്റെ മക്കൾ അധ്വാനിച്ച് തന്നെ മാന്യമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്, എനിക്ക് എൻ്റെ മക്കളെ ഓർത്ത് അഭിമാനം മാത്രമേ ഉള്ളൂ, എൻ്റെ സ്വത്ത് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ മക്കളാണെന്നൊക്കെ ഞാൻ അഭിമാനത്തോടെ പറയുമെന്നൊക്കെ പരമേശ്വരൻ പറയുന്നു. എൻ്റെ മക്കളെ ആരും അങ്ങനെ താഴ്ത്തിക്കെട്ടാനൊന്നും നോക്കണ്ടെന്നൊക്കെ പരമേശ്വരൻ പറയുകയാണ്. തുടർന്ന് കാണിക്കുന്നത് ശ്യാമയാണ്. ശ്യാമയുടെ അടുത്തേക്ക് ഊർമിള ചെല്ലുന്നു. ഊർമിള ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്നൊക്കെ. ശ്യാമയപ്പോൾ ഒന്നും ഓർമ്മയില്ല എന്നൊക്കെ പറയുന്നു. ഊർമിളയപ്പോൾ ചോദിക്കുന്നുണ്ട് പേരെന്താണെന്ന് അറിയുമോ, ഏഞ്ചൽ മേരി എന്നാണ് പേരെന്നൊക്കെ പറയുന്നു. ആര് ചോദിച്ചാലും അങ്ങനെയാണെന്ന് പറയണമെന്നൊക്കെ പറയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ഏഞ്ചൽ മേരി അല്ലേ എന്നൊക്കെ. അപ്പോൾ ഊർമിള പറയുന്നുണ്ട് ഏഞ്ചൽ മേരിയാണെന്ന്. ഊർമിള മനസ്സിൽ വിചാരിക്കുകയാണ് ഇവൾ ഒരിക്കലും ശ്യാമ എന്ന പേരെ ഓർക്കാൻ പാടില്ല, അവളുടെ മനസ്സിലും ഏഞ്ചൽ മേരി എന്ന പേര് ഉറയ്ക്കണമെന്നൊക്കെ വിചാരിക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് ബർത്ത്ഡേ ഫംഗ്ഷനിൽ കേക്ക് കട്ടിംഗ് ചെയ്യുന്നതാണ്. കേക്ക് കട്ടിംഗ് സമയത്ത് സാറ ചന്ദ്രികയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഒരു മരുന്ന് കൊടുക്കുന്നുണ്ട്, അത് ഭക്ഷണത്തിൽ കലർത്തണമെന്നൊക്കെ പറയുന്നു. ചന്ദ്രികയെ മരുന്ന് ഏൽപ്പിച്ചിട്ട് സാറ ചന്ദ്രശേഖറിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് നമ്മൾ ഇന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ. ഭക്ഷണം കഴിച്ച് എല്ലാവരും അവസാനിക്കട്ടെ, ഏട്ടനും ഏട്ടത്തിയും എല്ലാവരും അങ്ങനെ അങ്ങ് തീരട്ടെ എന്നൊക്കെ പറയുന്നു. ആ കൂട്ടത്തിൽ ജോൺസന്റെ മകനും വന്നു പോയാൽ എന്ത് ചെയ്യാനാണ്, അവൻ്റെ ഭാഗ്യക്കേടെന്നൊക്കെ പറയുന്നു. ചന്ദ്രിക ആ മരുന്ന് പായസത്തിൽ കലർത്താൻ തുടങ്ങുമ്പോൾ അവിടേക്ക് വരുണും രാധികയും വരുന്നു. ചന്ദ്രിക അപ്പോൾ പറയുന്നുണ്ട് ഫുഡൊക്കെ ഇവിടെ തുറന്നിരിക്കുകയാണോ അല്ലയോ എന്നൊക്കെ നോക്കാൻ വന്നതാണെന്ന്. ചന്ദ്രിക അപ്പോൾ വരുണോട് പറയുന്നുണ്ട് ചന്ദ്രിക ചേച്ചിക്ക് എന്തൊരു ശ്രദ്ധയാണെന്നൊക്കെ. വരുണും രാധികയും അപ്പോൾ വെളിയിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്രിക പായസത്തിൽ വിഷം കലർത്തുന്നു. ജയഭാരതി മുത്തശ്ശിയും യശോദയും വെച്ച പരിപ്പ് ഓട്ടോയിൽ പറഞ്ഞു വിടുന്നുണ്ട്. അത് കിട്ടിയതിന് ശേഷം വരുണും രാധികയും മുത്തശ്ശിയെ വിളിച്ച് സന്തോഷത്തോടെ പറയുന്നുണ്ട് അതിങ്ങെത്തിയെന്നൊക്കെ. തുടർന്ന് കാണിക്കുന്നത് ചന്ദ്രികയും ചന്ദ്രികയുടെ മകളെയുമാണ്. അവരുടെ അടുത്തേക്ക് വരുണും രാധികയും ചെല്ലുന്നു. എന്നിട്ട് ഒരു കേക്ക് കൊണ്ട് കൊടുക്കുകയാണ്. ആ മോളോട് കേക്ക് കട്ട് ചെയ്യാൻ പറയുന്നു. ഇന്ന് മോളുടെ പിറന്നാളല്ലേ, മോൾക്ക് വേണ്ടി വാങ്ങിയതാണെന്ന് പറയുന്നു, അടുത്ത വർഷം ഇതിലും നന്നായിട്ട് നമുക്ക് ആഘോഷിക്കാമെന്നൊക്കെ പറയുന്നു. വരുണും രാധികയും ചന്ദ്രികയും ചേർന്ന് ആ മോളുടെ കേക്ക് കട്ടിംഗ് ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്.
ആ മോൾക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ആ മോള് രണ്ടുപേരോടും നന്ദി പറയുന്നു. ചന്ദ്രികയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. രാധിക അപ്പോൾ പറയുന്നുണ്ട്, ഈ മോളുടെ ആഗ്രഹമൊക്കെ ചെറിയ ചെറിയ ആഗ്രഹമല്ലേ, ഇതൊക്കെ നമ്മൾ അങ്ങ് സാധിച്ചു കൊടുത്തേക്കണമെന്നൊക്കെ പറയുന്നു. ചന്ദ്രികയ്ക്ക് വരുണിന്റെയും രാധികയുടെ സ്നേഹമൊക്കെ കാണുമ്പോൾ സന്തോഷവും സങ്കടവും ഒക്കെ വരുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് എല്ലാവരും ആഹാരം കഴിക്കാൻ ഇരിക്കുന്നതാണ്. വരുണും രാധികയും എല്ലാവർക്കും ആഹാരം വിളമ്പി കൊടുക്കുന്നു. പരമേശ്വരനും പത്മിനിയും എല്ലാം ഇരിക്കുന്നുണ്ട്. അവർക്കും വിളമ്പി കൊടുക്കുന്നുണ്ട്. ജോൺസൺ ചന്ദ്രശേഖരനെ സാറേയും വിളിക്കുമ്പോൾ പിന്നീട് നമുക്ക് കഴിക്കാമെന്ന് ചന്ദ്രശേഖർ പറയുന്നു. നമ്മളെല്ലാം ഒരു ഫാമിലി അല്ലേ എന്നൊക്കെ പറയാണ്. ജോൺസന്റെ മകനും കഴിക്കാൻ ഇരിക്കുന്നുണ്ട്. അവസാനം രാധിക മരുന്ന് കലർത്തിയ പായസം എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി കപ്പിലേക്ക് പകരുകയാണ്. ആ സമയത്ത് സാറ ചന്ദ്രികയെ കണ്ണ് കാണിക്കുന്നുണ്ട്. ചന്ദ്രിക ഒരുപാട് സങ്കടത്തോടെ നിൽക്കുന്നുമുണ്ട്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്